ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീട്ടിൽ ഒരുപാട് ഡ്രസ്സ് കാണും നമ്മൾ ഉപയോഗിക്കാത്തതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന ഒരുപാട് തുണി കാണും. സോ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ വേറൊരു വാൾ ഡെക്കറായിട്ടോ ഷോ പീസായിട്ടോ അല്ലെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടോ അങ്ങനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നൊരു ചെറിയ ക്ലോത്ത് പീസാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഒരു സർക്കിളിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി 5 സർക്കിളും കൂടി കട്ട് ചെയ്തെടുക്കണം, ഇതേ ക്ലോത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 6 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. 6 എണ്ണം എടുക്കാം, വേണമെങ്കിൽ 4 എണ്ണം എടുക്കാം, വേണമെങ്കിൽ 8 എണ്ണം എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് സൂചിയും നൂലുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ സർക്കിളിനെ 4ആയിട്ട് മടക്കാം. ഇതുപോലെ 4ആയിട്ട് അതിനെ മടക്കണം. അപ്പോൾ 4ആയിട്ട് മടക്കി ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച പീസും കൂടെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ മടക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും ഈ സൂചി നൂലിൽ നമുക്കൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ പീസസും ഞാൻ നൂലിൽ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർത്തിരിക്കുന്ന ഓരോ പീസസും നമുക്ക് ഒരറ്റത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 അറ്റത്തെ നൂല് തമ്മിൽ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡിലെ നൂലും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കെട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ലൂസായി പോവും. സോ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ നടുക്കൊരു വെള്ള കളർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാര്യം കുട്ടികളുടെ ഡ്രസ്സിലായാലും ഇപ്പോൾ കുറച്ച് ഡിസൈനർ ഡ്രസ്സസിലായാലും ഇങ്ങനത്തെ ഓരോ എന്താ പറയുക 3D ഫ്ലവേഴ്സൊക്കെ അവർ കുറച്ച് ഭംഗിക്ക് വേണ്ടി വയ്ക്കാറുണ്ട്. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഓൾറെഡി കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു വാൾ ഹാങ്ങിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കറിലോട്ടോ ഷോ പീസോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് എല്ലാം കൂടി അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം ഞാൻ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ പേപ്പർ ഒട്ടിച്ച് കവർ ചെയ്തു. എന്നിട്ട് അതിൽ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പേപ്പർ ഒട്ടിച്ചത് അതിൻ്റെ ആ സൈഡ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇങ്ങനെ ഫ്രെയിമായിട്ട് നമുക്ക് കിട്ടും. നല്ല കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇനി ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ ജൂട്ട് ത്രെഡ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് റോൾ ചെയ്ത് ഒരു സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ജൂട്ടിൻ്റെ ത്രെഡ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. സോ അത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ഞാൻ ഇനി ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലവറും എല്ലാം ഞാൻ ഈ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള പാറ്റേണിൽ നമുക്ക് ഈ ഫ്ലവറും ഈ ജൂട്ട് ത്രെഡിൻ്റെ ആ റോളും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 4 എടുക്കുന്നുള്ളൂ ആ ഫ്രെയിമിനകത്ത് വെക്കാനായിട്ട്. ഞാനിത് ഈ ഫ്രെയിം തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് ഒട്ടിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഒന്നും ചെയ്യത്തില്ല. ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിൽ പാറ്റേൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസ് വേണമെങ്കിൽ അങ്ങനെ ആവാം, ഇപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് വേണമെങ്കിൽ അങ്ങനെ ആവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതിന് ബാക്കി വന്ന ഫ്ലവേഴ്സ് ഇവിടെ ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. ആ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ചെറിയൊരു ഹാങ്ങിങ് പോലെ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈക്വൽ സൈസ് മെഷർമെൻറ്റിൽ ഞാൻ 4 ജൂട്ട് ത്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ആ ഫ്രെയിമിൻ്റെ താഴെ നമുക്ക് ബാക്ക് സൈഡിൽ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ജൂട്ട് ത്രെഡ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ ഫ്ലവേഴ്സ് എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു വാൾ ഹാങ്ങിങ് ആണ്. വാൾ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രെയിം പ്ലസ് ഒരു ഹാങ്ങിങ് കൂടി. സോ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിൽ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജൂട്ട് ത്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എളുപ്പം കൂടെയാണ്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.